അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഉംറയുടെ വിധിവിധാനങ്ങൾ എന്നതിനെക്കുറിച്ച് ഒരല്പം നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഉംറ അത് ഭാഷാപരമായി അതിൻ്റെ അർത്ഥം സന്ദർശനം നടത്തുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യമാകുന്നു ഉംറ. അത് കാബാലയം ഉദ്ദേശിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മീഖാത്തിലൂടെ ഇഹ്റാം പ്രവേശിക്കുന്നു. അതിൻ്റെ ഉംറയുടെ അർക്കാനുകൾ 3 1 ഇഹ്റാം പ്രവേശിക്കുക, 2 തവാഫ് ചെയ്യുക, 3 സഅയ് നടത്തുക. സഫ മർവയ്ക്കിടയിൽ ആ ഒരു നടത്തുക എന്നതാണ് അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങളെന്നത്. വാജിബാത്തുകൾ അത് 2. അത് മീഖാത്തിൽ തന്നെ ഇഹ്റാം പ്രവേശിക്കുക, രണ്ടാമത്തേത് മുടിമുറിക്കുക അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് സുന്നത്തുമായി ബന്ധപ്പെട്ടതാകുന്നു. അതായത് ഒരാൾ ഇഹ്റാം പ്രവേശിക്കുമ്പോൾ മീഖാത്തിൽ വെച്ച് അവിടെ, അതായത് നജിദിലുള്ള റിയാദ് ഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഖർനുൽ മനാസിൽ വെച്ചിട്ടാണ് അവർ ഇഹ്റാം പ്രവേശിക്കുക. അതുപോലെ തന്നെ യലംലം, ഇന്ത്യ പോലെയുള്ള നാടുകളിൽ നിന്ന്, യമനിൽ നിന്ന് വരുന്ന നാടുകൾക്കൊക്കെ യലംലമാണ് മീഖാത്ത്. അങ്ങനെ മദീന ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ ദുൽഹുലൈഫയാണ്. ഷാം ഭാഗത്തു നിന്ന്, സിറിയ ഭാഗത്തു നിന്ന് വരുന്നവർക്കൊക്കെ അൽ ജുഹ്ഫയാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തായി നിശ്ചയിച്ചു. അവിടെ വെച്ച് ഇഹ്റാം പ്രവേശിക്കുകയും, അതായത് ജനാബത്തിൻ്റെ കുളി, ജനാബത്ത് പോലെ ശുദ്ധിയാകുന്ന കുളി പോലെ കുളിക്കുക. അത് എങ്ങനെയെന്നാൽ ആദ്യം ഗുഹ്യാവയം കഴുകുകയും അതിനുശേഷം വുദു എടുക്കുകയും പിന്നെ തലയിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുകയും വലത് ഭാഗത്തും ഇടത് ഭാഗത്തും വെള്ളം ഒഴിക്കുകയും അവസാനം കാല് കഴുകുകയും ചെയ്താൽ അവരുടെ ജനാബത്ത് കുളി, അതുപോലെയുള്ള ആ കുളി നിർവഹിക്കപ്പെടുന്നു. അതിനുശേഷം അവർക്ക് ശരീരത്തിൽ സുഗന്ധം പുരട്ടാം, തലയിൽ സുഗന്ധം പുരട്ടാം. എന്നാൽ വസ്ത്രത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിനുശേഷം അവർ അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നു. 2 റക്അത്ത് നമസ്കാരം എന്ന് വെച്ചാൽ ഉംറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിസ്കാരമില്ല. ഉംറ അവിടെ ഇഹ്റാം പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന, ആ സമയത്തുണ്ടാകുന്ന ഏതെങ്കിലും നിർബന്ധ നമസ്കാരങ്ങൾ നമസ്കരിക്കുകയോ, അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം, വുദുവിൻ്റെ സുന്നത്ത് നമസ്കാരമോ, തഹിയ്യത്ത് മസ്ജിദ് നമസ്കരിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നത്ത് നമസ്കാരം, വിത്ർ പോലെയുള്ള സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചാൽ മതിയാവുന്നതാണ്. അവിടെ വെച്ച് അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ എന്ന് ചൊല്ലി ഇഹ്റാം പ്രവേശിക്കുകയും ചെയ്യണം. അവിടെ നിന്ന് തുടങ്ങി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അതായത് അവർ മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കും വരെ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് കഅബാലയെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ നീങ്ങണം. അവിടെ എത്തിയതിന് ശേഷം ഹജറുൽ അസ്വദിൻ്റെ മൂലയുടെ ഭാഗത്തേക്ക് അവർ നീങ്ങുകയും അവിടെ വെച്ച് കഅബാലയം ഇടത് ഭാഗത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? തവാഫ് തുടങ്ങണം. എഹ്റാമിൻ്റെ വസ്ത്രം അതിൻ്റെ മേൽമുണ്ട് അവർ വലത് തോളിൻ്റെ അടിഭാഗത്തിലൂടെ ഇടത് ഭാഗത്ത് ഇടുകയും അത് വലത് തോള് അതെന്ത് ചെയ്യണം? അത് തുറന്നിടുകയും ചെയ്യണം. ഇതിന് ഇബ്തിബ എന്ന് പറയുന്നു. അങ്ങനെ തവാഫ് തുടങ്ങുന്നു. ഹജറുൽ അസ്വദ് മൂലയിൽ നിന്ന് ഹജറുൽ അസ്വദ് മൂലയിലേക്ക് ഒരു തവാഫാകുന്നു. അതായത് ആദ്യത്തെ 3 തവാഫ് അത് റംല് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം. റംൽ എന്നത് ഓട്ടവുമല്ല നടത്തവുമല്ലാത്ത ഒരു മധ്യമ നിലപാടോടുകൂടി നടക്കുന്നതിനാണ് റംൽ എന്ന് പറയുക. അങ്ങനെ ആദ്യത്തെ 3 തവാഫ് ആ രൂപത്തിൽ ചെയ്യണം. എന്നാൽ ഹജറുൽ അസ്വദിൻ്റെ മൂലയ്ക്ക് മുമ്പുള്ള റുക്നുൽ യമാനി എത്തുകയും
അവിടെ ആ റുക്നുൽ യമാനി തൊടാൻ സാധിക്കുമെങ്കിൽ തൊടുക, അല്ലെങ്കിൽ അവിടുന്ന് നീങ്ങുക. റുക്നുൽ യമാനിൽ നിന്ന് ഹജറുൽ അസ്വദ് വരെയുള്ള ആ സ്ഥലത്ത് അവിടെ ചെല്ലേണ്ടത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എന്നിട്ട് ഹജറുൽ അസ്വദിൻ്റെ ആ മൂലയിലേക്ക് വരുന്ന സമയത്ത് ഓരോ തവണയും ഒന്നുകിൽ നേരിട്ട് ചുംബിക്കാൻ സാധിക്കുമെങ്കിൽ നേരിട്ട് ചുംബിക്കുക, അതല്ലെങ്കിൽ ഒരു കൈ ഉയർത്തി ആംഗ്യം കാണിച്ചാൽ മതിയാകും അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട്. അങ്ങനെ 7 തവാഫ് അവസാനിക്കുമ്പോൾ ഹജറുൽ അസ്വദിലേക്ക് തന്നെ എത്തും. അവിടെ നിന്ന് മഖാം ഇബ്രാഹിം ഉദ്ദേശിച്ചു കൊണ്ട് പോവുകയും അതിൻ്റെ പിൻഭാഗത്തുകൂടി 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുക. അവിടെ വെച്ച് ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ കാഫിറൂൻ, അതിനുശേഷം 2-ാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തു ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെ ചൊല്ലുകയും അത് ഓതുകയും വേണം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സാധിക്കുമെങ്കിൽ അവിടെ വെച്ച് സംസം വെള്ളം കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. അതിനുശേഷം സഫാ കുന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സഅയ് നടത്താൻ പോകണം. സഫാ കുന്നിൻ്റെ അടുത്തേക്ക് പോയി അവിടെ വെച്ച് അവിടെ ചെല്ലേണ്ട ഒരു ദുആ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇന്ന സഫ വൽ മർവത മിൻ ശആയിരില്ല എന്നുള്ള ആ ആയത്ത് ഉച്ചരിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നുള്ള ദുആ ചൊല്ലുകയും അത് 3 തവണ ആവർത്തിക്കുകയും കാബാലയത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത്. അതിനുശേഷം അവിടുന്ന് സഫയിൽ നിന്ന് ഇറങ്ങി മർവയിലേക്ക് ഉദ്ദേശിച്ച് പോകണം. എന്നിട്ട് സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുന്ന സമയത്ത് ഇടയിൽ വെച്ച് ആ പച്ച കളർ കത്തുന്ന സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് ഒന്ന് നടത്തത്തിനും ഓട്ടത്തിനിടയിലുള്ള ആ ഒരു രൂപത്തിൽ പോകാൻ ശ്രദ്ധിക്കണം, പുരുഷന്മാർക്ക് മാത്രം. അങ്ങനെ അവിടുന്ന് മർവയിലേക്ക് എത്തുകയും ഒരു സഅയ് അവിടെ നടത്തുന്നു. സഫയിൽ നിന്ന് മർവയിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, സഫയിൽ നിന്ന് മർവയിലേക്ക് 3, ഇങ്ങനെ 7 തവണ സഅയ് നടത്തുകയും അവസാനം മർവയിലേക്ക് എത്തുകയും ചെയ്യും. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പിന്നെ തലമുണ്ടനം ചെയ്യുകയോ, അതാണ് ഏറ്റവും ഉത്തമമായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് അതല്ലെങ്കിൽ മുടിമുറിക്കുകയും, ഒരുപോലെ തലയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ മുടിമുറിക്കുകയും ചെയ്യുക. അതോടുകൂടി ആ ഉംറയുടെ ഇഹ്റാമിൽ നിന്ന് പുറത്തു വരുന്നത് സംഭവിക്കുന്നതാണ്. അതോടുകൂടിയാണ് ഉംറ നിർവഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിൻ്റെ സമൃദ്ധിക്ക് മാത്രമായിട്ട് ഇബാദത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.